ചെമ്മീൻ ചായക്കണ്ടെങ്കിൽ ഇത് ഇവര് ചായക്കണ പോലെ ചായക്കണം. എതിരാളിയുടെ കഴുത്ത് നോക്കി കുത്തുന്നത് പോലെ ജീവൻ വെല്ലിച്ചൻ ഷവോലെടുത്ത് വീശി തൊട്ട് സൈഡിൽ തെറിച്ച് വീണുന്ന ചെമ്മീനെല്ലാം മാരി OSFന്റെ ബോക്സിൽ തിരിച്ചിട്ട് ബോജി മാതൃകയായി. അജിലും മുത്തും CRTയുടെ ചെമ്മീൻ മറിക്കണം. ചായച്ചു വെച്ച ചെമ്മീൻ ബോക്സിന്റെ കണക്കെടുത്തുകൊണ്ട് അപ്പുറം സുഹാസേട്ടനും യേശൂട്ടനും. ഞങ്ങളെക്കാൾ അരമണിക്കൂർ മുമ്പേ ചായപ്പ് തുടങ്ങിയിട്ട് നീയൊക്കെ ഇത്രയും ചായച്ചുള്ളോളാന്ന് ചോദിച്ചുകൊണ്ട് കുട്ടൻ ചേട്ടനും തക്കിളി അണ്ണനും. ഇവരൊക്കെ പണിയെടുത്ത അപ്പൊ ഞാൻ എന്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നേന്ന് ആലോചിച്ചുകൊണ്ട് കുഞ്ഞമ്പുച്ചേട്ടൻ. ഇതൊക്കെയായിരുന്നു ഇന്ന് എക്സ്പോർട്ടിങ് സൈഡിലെ ചെമ്മീൻ ചായ്പ് വിശേഷങ്ങൾ. ചില്ലറ ചെമ്മീൻ ഞാനായിരിക്കും തരൂലെന്നും പറഞ്ഞു ഫില്ലാവാത്ത ഭാഗങ്ങളിൽ ഫില്ലാക്കി കുട്ടൻ ചേട്ടൻ മാതൃകയായി. എന്നാ പിന്നെ പണി കഴിഞ്ഞ സ്ഥിതിക്ക് ഒരു ചായ കുടിക്കാന്നും കരുതി ഞങ്ങൾ നേരെ പോയത് ചള്ളിയിൽ കഞ്ഞിക്കടയിൽ. അവിടെ നേരെ കയറി ചെന്ന് ചേച്ചി ഒരു ചായ എന്നും പറഞ്ഞുകൊണ്ടും തൊട്ടപ്പുറത്തുനിന്നും മൊരിഞ്ഞ സവാള വട അങ്ങാടി എടുത്ത്. മൊരിഞ്ഞത് തപ്പിപ്പോയാൽ ഞാൻ ചമ്മിപ്പോയി. പകുതി മുരിഞ്ഞതാണ് എനിക്ക് കിട്ടിയത്. ബാക്കിയുള്ളതൊക്കെ അവന്മാരെ ആദ്യമേ അടിച്ചു മാറ്റി. പണി ഒതുങ്ങുമ്പോൾ ഞങ്ങൾ കാലത്തെ വന്ന് ഇതേപോലെ ചായയും കടി വന്ന് കഴിക്കാറുണ്ട്. തിരിച്ചു പോണ വഴി ലോട്ടറി കടയിൽ കയറി. പക്ഷെ എൻ്റെ ഐറ്റം അവിടെ ഉണ്ടായില്ല. ഇത് നമ്മുടെ സ്വന്തം ജലീലിക്കയുടെ ABJ കമ്പനി. ഞാൻ വന്ന ടൈം ഇത്തിരി വൈകിപ്പോയത് കൊണ്ട് നല്ല കിടിലം മീനുകളൊക്കെ അവിടെ നിന്ന് അപ്രത്യക്ഷനായി. ഇവരാണ് ഒട്ടുമിക്ക ഓലക്കൊടിയും തെരണ്ടിയൊക്കെ വിളിച്ചെടുത്തിട്ട് ആവശ്യക്കാർക്ക് വേണ്ട പോലെ കട്ട് ചെയ്ത് കൊടുക്കണ കമ്പനി. ഇവര് മെയിനായിട്ട് മാർക്കറ്റല്ല, സ്റ്റാളുകാർക്ക് വേണ്ടിയിട്ടാണ് മീൻ എടുക്കണ മുതൽ. പിരാന മുതൽ സ്രാവ് വരെ ഈ കൂട്ടത്തിലുണ്ടാവും. കേര കൊടുത്ത സ്രാവ്, ഞണ്ട്, ചെമ്മീൻ, നെയ്മീൻ, മോത, പിരാന, ഓലക്കൊടി, തെരണ്ടി, ഉണ്ണിമേരി, അയില, രോഹു, കലവ്, ഉളാവ്, കിളിമീൻ, മുള്ളൻ. ഇതുപോലെ നമുക്ക് ആവശ്യമുള്ള എല്ലാ മീനും ഇവരുടെ അടുത്ത് ഉണ്ടാവും. ആവശ്യമുള്ളവർ ഇവരെ കോണ്ടാക്ട് ചെയ്താൽ മതി. അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ സെന്റ് പീറ്റർ പോൾ എന്ന് പറയുന്ന ബോട്ട് കണ്ടത്. എന്നാൽ പിന്നെ ബോട്ടിൻ്റെ ഉൾവശവും അതിൻ്റെ സ്റ്റോറും ഒക്കെ നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് ഞാൻ കരുതി. അങ്ങനെ ഞാൻ അശ്വിൻ നിഖിലിനെയും കൂട്ടി നേരെ അങ്ങാട് സ്റ്റോർ റൂമിൽ ഇറങ്ങാനുള്ള പ്ലാൻ ഇട്ട്. ഈ ഹാർബറും ബോട്ടുകളെ പറ്റിയൊന്നും അധികം അറിയാത്ത നമ്മുടെ കുറച്ച് ഫോളോവേഴ്സിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞപ്പോൾ സ്രാങ്ക് സമ്മതിച്ചു. അങ്ങനെ അശ്വിൻ ചാടി, തൊട്ട് പുറകെ ഞാനും ചാടി. അങ്ങനെ ആ ബോട്ടിൻ്റെ സ്റ്റോർ റൂമിലേക്ക് നമ്മ ഇറങ്ങിയേട്ടാ. വെട്ടക്കുറവുണ്ട്. ഇതാണ് അതിൻ്റെ സ്റ്റോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ബോട്ടുകാർ കടലിൽ പോയി പിടിക്കണ മീനുകളൊക്കെ ഈ സ്റ്റോർ റൂമിലേക്ക് ആക്കും. എന്നിട്ട് കുറച്ച് ഐസ് ഇട്ട് വെക്കും. അങ്ങനെ ആ ബോട്ടുകൾ ഇവിടെ എടുത്തിട്ടാണ് ഈ സ്റ്റോറിൽ നിന്ന് ഇതേപോലെ കണ്ടെയ്നറുകളിൽ മീൻ അങ്ങോട്ട് കയറ്റിയിട്ട് ഒരു കയറ് വെച്ച് വലിച്ച് മുകളിലേക്ക് കയറ്റും. ഇങ്ങനെയാണ് ഇവരുടെ പ്രക്രിയ. പൊതുവെ പണി കുറവ് നടക്കുന്ന സമയമാണ് നമ്മുടെ ഈ മാർച്ച് ഫെബ്രുവരി മാസങ്ങളിലൊക്കെ. അതേകൊണ്ട് തന്നെ ഈ സ്റ്റോറുകളിൽ മീനും കുറവാണ്. കുറച്ച് കൂന്തലി അതേപോലെയുള്ള മീനുകൾ മാത്രമേ ഉള്ളൂ. ഒടുക്കത്തെ തണുപ്പായിരുന്നു അതിൻ്റെ ഉള്ളിൽ. അങ്ങനെ ആ സ്റ്റോർ കുറച്ചേരം കണ്ടിട്ട് ഞാനും അശ്വിനും തിരിച്ച് മുകളിലേക്ക് കയറി. ഇതാണ്ട വീലോസ്, അതായത് നമ്മ സ്രാങ്കുമാര്, അതായത് ബോട്ട് ഓടിക്കുന്ന സ്രാങ്കുമാര് ഇരിക്കണ ക്യാബിനാണ് ആ കാണുന്നത്. പിന്നെ അതേപോലെ ബോട്ടിൻ്റെ ചുറ്റുമുള്ള കാഴ്ചകളും കൂടി ഞാൻ നിങ്ങൾക്ക് വേണ്ടി എടുത്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ ബോട്ടിൽ നിന്ന് ഇറങ്ങി പുറത്തു വന്നപ്പോൾ ഇതാണ് കാഴ്ച. ഞാൻ പോകുന്നു. ബൈ ബൈ.